ഹായ് ഹലോ എമ്മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് DTDC കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്പീഡ് പോസ്റ്റിൽ DTDCയിൽ പോയി പേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാടും എല്ലാം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. കൊറിയർ ചാർജിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ റേറ്റ് കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആയിരിക്കും. പുറത്തോട്ടുള്ളവർ വാട്സപ്പ് ചെയ്യുമ്പം ഒന്ന് അറിയിച്ചാൽ നമ്മൾ CC ഉൾപ്പെടെ എത്രയാകുമെന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ, നമ്മൾ കോമ്പോസ് അയക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് മാത്രമേ അയക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്കൊന്നിട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയക്കാം. അല്ലാതെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചിലവർ ഇന്ന കളർ വേണമെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും. അങ്ങനെ അയക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് പാക്ക് ചെയ്യുമ്പോൾ. ആ കളേഴ്സ് തന്നെ നോക്കിയെടുക്കാനായിട്ട് പാടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പം കാണിക്കുന്നതൊക്കെ കളേഴ്സാണ്. എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ്. ഇത് നമുക്ക് പോട്ടിലിരിക്കുന്നതാണ്, പ്ലാന്റാണ്. അപ്പോൾ പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങാനായിട്ട് വന്ന് മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് പോട്ടിലെ പ്ലാന്റ് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. വിത്ത് പോട്ട് തന്നെ കൊണ്ടുപോകാവുന്നതായിരിക്കും. നമ്മൾ അവസാനം കവറിലെ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ് അല്ല, നല്ല ബ്രാഞ്ചസ് വന്ന പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഓരോ കളേഴ്സിൻ്റെയും വലിപ്പം വ്യത്യാസം വരും. അതെല്ലാം നമ്മൾ അവസാനം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക. ഒത്തിരി ബോറടിപ്പിക്കാതെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ലാഗ് വരാതെ തന്നെ അവസാനം വരെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കണ്ടാലോ. ആദ്യമായിട്ട് തന്നെ ഇത് കണ്ടില്ലേ, നല്ലൊരു ഡബിൾ കളറാണ് ഈ വരുന്നത്. ഡാർക്ക് ലീഫിൽ ഡബിൾ കളർ വരുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഡബിൾ കളേഴ്സ് ഒരു 6-7 കളേഴ്സോളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് 4 കളേഴ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വരുന്നത് സിംഗിൾ കളേഴ്സാണ്. സിംഗിൾ കളേഴ്സ് നമുക്കൊരു 7-8 കളേഴ്സോളം അവൈലബിൾ ആണ്. മൊത്തത്തിൽ 15 കളേഴ്സിന് മേളിൽ ചൈനീസ് ബോൾസം നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ 10 കളേഴ്സും 5 കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി ആർക്കെങ്കിലും 15 കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്നറിയിക്കുക. ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ അല്ല നിലവിൽ. നമുക്ക് ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഓരോ ടൈമിലും നമ്മൾ എടുത്തെടുത്ത് പോവുകയാണ് പ്ലാന്റ്. അപ്പം ഫ്രഷ് പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ. ഒത്തിരി മൂത്ത പ്ലാന്റ് അയക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ് മേടിച്ച് നടുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഒരു 3 ബ്രാഞ്ചസ് എങ്കിലുമുള്ള പ്ലാന്റുകൾ മേടിക്കുന്നതായിരിക്കും. ചിലവർ ഒത്തിരി വലിയതൊക്കെ പ്രതീക്ഷിക്കും. അത് ഒത്തിരി മൂത്തുപോയ പ്ലാന്റുകളാണ്. അങ്ങനെയുള്ള പ്ലാന്റുകൾ ഇപ്പോൾ പകുതി ലൈഫ് കഴിഞ്ഞതായിരിക്കും. അപ്പം എപ്പോഴും ഒരു സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ബ്രാഞ്ചസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഗ്രോത്തിലെത്തിയ പ്ലാന്റ് മേടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ ആ ഒരു സൈസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. തീർത്തും ചെറുതല്ല, നിങ്ങൾക്കറിയാം. ഇതിനൊന്ന് ബ്രാഞ്ചസൊക്കെ വന്ന് ഒന്ന് ഗ്രോത്ത് ആകണമെങ്കിൽ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തോളം സമയം എടുക്കും. നമ്മൾ ഒരു കട്ടിങ് എടുത്ത് വെച്ചാൽ 2 ആഴ്ച, 1.5 ആഴ്ച, 2 ആഴ്ച കൊണ്ട് റൂട്ടാകും. അതിനുശേഷം നമ്മൾ അതിൻ്റേതായ കെയർ കൊടുത്താൽ മാത്രമേ ബ്രാഞ്ചസൊക്കെ ആയി അത്യാവശ്യം ബുഷിയായിട്ട് വരത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാം നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. വലിപ്പമുള്ള പൂക്കൾ മാത്രം ആണ് നമ്മൾ വരുന്നത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ടാണ് വലിപ്പമുള്ള പൂക്കൾ വരുന്നത്. പിന്നെ ചിലവരൊക്കെ നാടൻ വെറൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നാടൻ നമുക്കങ്ങനെ അവൈലബിൾ അല്ല. പിന്നെ വരുന്നത് ഡബിൾ പെറ്റലൊക്കെയാണ്. അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരും. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കട്ടിങ്സ് എടുക്കേണ്ട ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ താഴെ വെച്ചിട്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്ത് നടാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
അതിനുശേഷം നമുക്ക് മണലിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ നട്ട് വേര് പിടിപ്പിക്കാവുന്നതാണ്. അപ്പം അത്യാവശ്യം ഇതൊക്കെ നല്ലൊരു ബ്രാഞ്ചസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ മാറ്റി പിടിപ്പിക്കണം. ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഈ ചൈനീസ് ബോൾസം മാത്രമല്ല, മിക്ക ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ലൈഫ് അപ്പം തീർത്തും കുറവാണ്. അപ്പം നമ്മൾ ആ ഒരു പ്ലാന്റ് നശിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയൊരു പ്ലാന്റ് ആ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ടിങ്സ് വെച്ച് ഈസി ആയിട്ട് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി പേർക്ക് അറിയാം, അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല വേനൽക്കാലത്ത് ചാണകം കലക്കി ഒഴിക്കാവുന്നതാണ്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ രാസവളം ഉപയോഗിക്കുന്നത് DAP ആണ്. DAP എന്ന് പറയുന്നത് നല്ലൊരു ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും നല്ലതാണ്. അതിന് ഒരളവുണ്ട്. അളവിൽ കൂടുതൽ ഉപയോഗിച്ചാലാണ് പ്ലാന്റ്സ് നശിച്ചു പോകുന്നത്. ഒരു അളവിലിട്ട് ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഇട്ടാൽ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ ലീഫ് പ്ലാന്റ്സിനും ഇടാം, ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇടാം, എല്ലാ വെറൈറ്റീസിനും ഫ്രൂട്ട് പ്ലാന്റിനും ഇടാം. എല്ലാത്തിനും ഇടാൻ പറ്റുന്ന ഒരു വളമാണ് DAP എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. DAP ഇടേണ്ട രീതിയും എല്ലാം നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ കളേഴ്സാണ്. കാണിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇത് മേടിക്കുമ്പോൾ ആർക്കും ഡൗട്ടില്ലാതെ മേടിച്ച് നടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും വയ്ക്കുന്നത്. എന്നാലും നല്ല വെയിറ്റ് കാണും കേട്ടോ പാക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ച് നേരം നിങ്ങൾക്ക് റൂട്ട് നനയുന്ന പോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിന് ശേഷം പോട്ടി മിക്സ് റെഡിയാക്കിയ ആ പോട്ടി മിക്സിലോട്ട് നിങ്ങൾക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കരുത്. അത്യാവശ്യം വെട്ടം കിട്ടുന്നിടത്തെ പ്ലാന്റ് വെക്കാവുള്ളൂ. ഒരു അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം, ഭയങ്കര ഓവർ സൺലൈറ്റ് അല്ല. അങ്ങനെ ചെറിയൊരു സൺലൈറ്റ് കിട്ടുമ്പോഴേ പൂക്കളുണ്ടാവത്തുള്ളൂ. അത് ഏത് ചെടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പെക്ടൂണിയ ആണെങ്കിലും നാടനൊക്കെ നമ്മൾ ഹാങ് ചെയ്യാറാണ് ഉള്ളത്. അപ്പോൾ ഹാങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വരുന്നത്. ഇത് കവറിലെ പ്ലാന്റ് ഇരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം കവറിലെ പ്ലാന്റ് നിങ്ങൾക്ക് അയക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ചിലതൊക്കെ ചെറിയ പ്ലാന്റുകളുണ്ട്. റെഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അതൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന കളറാണ്. ഇത് ഒരു ഓറഞ്ച് കാണിച്ചില്ല, അതൊക്കെ ജസ്റ്റ് ചിലപ്പോൾ 2 ഷൂട്ട് അത്രയൊക്കെ ആയി കാണത്തുള്ളൂ. അത് ഓരോ വളർച്ചയുടെ വ്യത്യാസമാണ് കേട്ടോ. പിന്നെ കുറച്ച് പുതിയ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇതൊക്കെ കവറിലിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. കവറിലിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും തീരത്തില്ല പ്ലാന്റ്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് തീരുമ്പോഴേ അടുത്ത സ്റ്റോക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അയച്ചു വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഇടയിലൊക്കെ ഇച്ചിരി പ്ലാന്റ്സ് അയക്കാൻ ഡിലേ വന്നു. അത് ഇച്ചിരി പനിയും കാര്യങ്ങളും അങ്ങനത്തെ ആയിക്കെ പോയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഒത്തിരി ഡിലേ വരുത്തത്തില്ല. ഒരു ഓർഡർ തന്ന് നമ്മൾ ആ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു വരുന്നത്. അറിയാം, ഈ ചൈനീസ് ബോൾസൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തൊട്ടേ അത്യാവശ്യം ഓർഡർ വരുന്ന പ്ലാന്റുകളാണ്. അപ്പം നിങ്ങൾ ഒരു പ്ലാന്റ് മേടിക്കാൻ കൺഫേം ആണെങ്കിൽ അത് അപ്പം തന്നെ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അഡ്രസ്സ് കൂടെ ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. ചിലവരൊന്നും അഡ്രസ്സ് ഇടാതെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിട്ട് കഴിയുമ്പോഴായിരിക്കും എഴുതാൻ നേരമായിരിക്കും അഡ്രസ്സ് കാണാതെ പോകുന്നത്. അത് കാരണം നമുക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുമ്പോഴേ അഡ്രസ്സ് കൂടെ ഒന്ന് ഇടുക കേട്ടോ. പിന്നെ ഇതാണ് പോട്ടിലെ സൈസ് വരുന്നത്. പോട്ടിലേതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇച്ചിരിയും കൂടെ വിസ്താരമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം ഇച്ചിരി കൂടെ വളർച്ച വന്ന പ്ലാന്റുകൾ. ഇപ്പം ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ പോട്ടിലെ പ്ലാന്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ റേറ്റും വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും റേറ്റ് പറഞ്ഞില്ല. നമുക്ക് കവറിലെ പ്ലാന്റ് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത്
800 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ഇത് കേരളത്തിൻ്റെ അകത്തുള്ള റേറ്റാണ്. അതുപോലെ നിങ്ങൾക്കറിയാം 10 പ്ലാന്റ് പാക്ക് ചെയ്യുമ്പോൾ 2.5 കിലോ എങ്കിലും, 2.5 എന്ന് പറയുമ്പോൾ അവർ 3 കിലോയുടെ വെയിറ്റ് എടുക്കും കേട്ടോ. അപ്പം അത്രയും വെയിറ്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം, ഒരു 65 രൂപയൊക്കെ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നുള്ളൂ. അപ്പം ഒത്തിരി പേര് റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും പ്ലാന്റ് കിട്ടുന്നത് പല പല റേറ്റുകളിലായിരിക്കും. ചിലയിടത്തൊക്കെ 100 രൂപയ്ക്ക് മുകളിൽ ഈ പ്ലാന്റുകൾ കിട്ടുന്നുണ്ട്, ഈ കവർ പ്ലാന്റ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പം നമുക്ക് ഒത്തിരി, ഇത് കണ്ടില്ലേ, ഒത്തിരി ഷെയ്ഡ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. കളർ പരമാവധി ആരും സെലക്ട് ചെയ്യാതിരിക്കുക. ഉള്ളവർ അത് ഇട്ട് തന്ന് ഒന്ന് സഹായിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓർഡർ പ്ലേസ് ചെയ്യേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക. അപ്പം വാട്സപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കോൾ ചെയ്യുക. നമ്മൾ ആ ടൈമിൽ എടുത്തില്ലെങ്കിലും, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആ ടൈമിൽ എടുത്തില്ലെങ്കിലും പിന്നെ എപ്പോഴേലും തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.